നമസ്തേ, ഞാൻ രവീണ തോമസ്, BJP കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്. കണ്ടല്ലൂർ പഞ്ചായത്തിൽ BJP അധികാരത്തിൽ വന്നാൽ ഓരോ വീട്ടിലും സ്ഥിരമായ തൊഴിലും വരുമാനവുമുള്ള കൃഷി, മത്സ്യബന്ധനം, സൂക്ഷ്മ സംരംഭങ്ങൾ ഒരുമിച്ച് വളരുന്ന പരിസ്ഥിതി സൗഹൃദവും സ്വയം പര്യാപ്തവുമായ കണ്ടല്ലൂർ. അതാണ് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ ദർശനം. പഞ്ചായത്തിൽ യുവജനതക്കായി നൈപുണ്യ വികസന കേന്ദ്രമായ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന കേന്ദ്രം ആരംഭിക്കും. വനിതകൾക്കായിട്ടുള്ള സ്റ്റാൻഡപ്പ് കേന്ദ്ര പദ്ധതി പ്രകാരം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്ത് സഹകരിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകും. അതിനായി പരമാവധി കേന്ദ്ര ഫണ്ടുകൾ കണ്ടെത്താൻ ശ്രമിക്കും. വിവിധ പ്രദേശങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളപ്പൊക്ക ദുരിതം ദൂരീകരിക്കാൻ പഞ്ചായത്തിന്റെ ആസ്തി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നീർച്ചാലുകൾ വഴി വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി പുനഃക്രമീകരിക്കും. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാർഡിൽ ഉടനീളം സർവേ നടത്തി കേന്ദ്ര പദ്ധതിക്ക് അർഹരായവരെ കണ്ടെത്തി അവരെ ഉപഭോക്താക്കളാക്കും. വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ 11 അംഗ വാർഡ് വികസന കമ്മിറ്റി രൂപീകരിക്കും. ഈ കമ്മിറ്റി മാസത്തിൽ ഒരു തവണ കമ്മിറ്റികൾ മുഖേന വാർഡിലെ ജനങ്ങളുടെ പരാതിയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. പഞ്ചായത്തിലെ റോഡുകളുടെയും നീർച്ചാലുകളുടെയും ശോചനീയാവസ്ഥ ദ്രുതഗതിയിൽ പരിഹരിക്കാനുള്ള മാർഗം കേരള സർക്കാരിലും കേന്ദ്ര സർക്കാരിലും ആരായും. അതിനായി പരമാവധി കേന്ദ്ര പദ്ധതികൾ പഞ്ചായത്തിലെത്തിക്കാൻ ശ്രമിക്കും. കുടുംബശ്രീ, തൊഴിലുറപ്പ് ഗ്രൂപ്പുകൾ മുഖേന കേന്ദ്ര പദ്ധതിയായ PM പ്രണാം പഞ്ചായത്തിൽ നടപ്പിലാക്കും. കണ്ടല്ലൂർ പഞ്ചായത്തിലെ മുഴുവൻ കർഷകരെയും ഫസൽ ഭീമാ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം അർഹരായവരുടെ ലിസ്റ്റ് തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കും. പഞ്ചായത്തിലെ ഖരദ്രവ്യ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ പദ്ധതി കേന്ദ്ര പദ്ധതിയായ സ്വച്ഛ ഭാരതിൽ ഉൾപ്പെടുത്തി നടപ്പാക്കും. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ്, ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാധന സഹായം പദ്ധതി നടപ്പാക്കും. ഇത് BJP കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്.